ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓപ്പണൗട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റിഷ്വായം റഷീദ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2ാമത്തെ പാഠവുമായിട്ടാണ്. അപ്പം നിങ്ങൾ കഴിഞ്ഞ പാഠം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2nd ചാപ്റ്റർ ആയിട്ടുള്ള ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്. പേര് തന്നെ വളരെ രസകരമാണല്ലേ. അപ്പം ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, പൂച്ചയെ വരച്ച ആൺകുട്ടി അല്ലേ. അപ്പം ഈ ഒരു കഥ എന്ന് പറയുന്നത് ജപ്പാനീസ് ഫോക്ക് ടെയിലാണ്. എന്താ ഈ ഫോക്ക് ടെയിൽ എന്ന് പറഞ്ഞാൽ? ഫോക്ക് ടെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളിപ്പം വീട്ടിൽ നിങ്ങളെ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ടാവില്ലേ. അങ്ങനെ അതേപോലെ തലമുറകളോളം ഇങ്ങനെ പറഞ്ഞു കഥയായി വന്നിട്ടുള്ള ഒരുപാട് കഥകളെയാണ് നമ്മൾ ഫോക്ക് ടെയിൽ എന്ന് പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള ഒരു ജപ്പാനീസ് ഫോക്ക് ടെയിലാണ് ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്നുള്ളത്, പൂച്ചകളെ വരച്ച ആൺകുട്ടി. അപ്പം പേര് പോലെ തന്നെ നമുക്ക് ഈ പാഠത്തിൽ ഒരു ആൺകുട്ടിയെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പം അവന് പൂച്ചകളെ വരയ്ക്കുന്നത് വലിയ ഇഷ്ടമാണ്. പൂച്ചകളെ അവന് ഇഷ്ടപോലെ പൂച്ചകളെ വരയ്ക്കും. അപ്പോൾ അവൻ്റെ ഒരു ചെറിയ കഥയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ പാരഗ്രാഫ് വായിക്കാം, എന്നിട്ട് അതിൻ്റെ മീനിങ് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കാം. A long time ago, in a small country village in Japan, there lived a poor farmer and his wife, who were very good people. They had a number of children and found it very hard to feed them all. The elder son was strong enough when only 14 years old to help his father, and the little girls learned to help their mother almost as soon as they could walk. അപ്പം ഇതിൽ നമുക്കറിയാം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയൊരു ഫാമിലി, അതായത് ഒരു കർഷകൻ്റെ കുടുംബം ജീവിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഒന്നിലധികം മക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർഷകനായതുകൊണ്ട് തന്നെ പണമൊക്കെ വളരെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ കർഷകനായതുകൊണ്ട് ഇത്തരത്തിൽ ഒന്നിലധികം കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ അവരെ പോറ്റാൻ വളരെ കഷ്ടപ്പാടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഏകദേശം 14 വയസ്സായപ്പോൾ തന്നെ തൻ്റെ പിതാവിനെ സഹായിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ അതേപോലെ തന്നെ അവരുടെ പെൺകുട്ടികളാവട്ടെ, അവർ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയെ സഹായിക്കാനും തുടങ്ങിയിരുന്നു. അപ്പം ഇതാണ് നമ്മൾ ഈ ആദ്യത്തെ പാരഗ്രാഫിലുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. But the youngest child, a little boy, did not seem to be fit for hard work. He was very clever than all his brothers and sisters. But he was quite weak and small, and people said he could never grow very big. അപ്പം ഇദ്ദേഹത്തിന് ഒരു ഇളയ മകൻ ഉണ്ടായിരുന്നു. അവനെന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലെയൊക്കെ ഇതേപോലെ ഇത്തരത്തിലുള്ള കഠിനാധ്വാനങ്ങളൊന്നും ചെയ്യാൻ അവന് അത്ര ആരോഗ്യമില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ സഹോദരങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും ബുദ്ധിമാനായിരുന്നത് ഇവനായിരുന്നു. പിന്നെയോ, so his parents thought it would be better for him to become a priest than to become a farmer. They took him with them to village temple one day and asked the good old priest who lived there if he would have their little boy for his acolyte and teach all that a priest ought to know. അങ്ങനെ അവൻ്റെ പാരൻസിന് മനസ്സിലായി അവൻ ഇത്തരത്തിലുള്ള കഠിനാധ്വാനങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഒരു ഫാർമറാക്കാൻ, ഒരു കർഷകനാവാനുള്ള യോഗ്യത അവനില്ല. അതുകൊണ്ട് തന്നെ അവനെ പ്രീസ്റ്റ് ആക്കാൻ. എന്താ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ? പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ നമുക്ക് പറയും. പുരോഹിതൻ പള്ളിയിൽ വെച്ച് അങ്ങനത്തെ ഒരു പ്രീസ്റ്റ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു? എങ്ങോട്ട് കൊണ്ടുപോയി? ദേ ടൂക്ക് ഹിം വിത്ത് വില്ലേജ് ടെമ്പിൾ, അതായത് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ഓൾഡ് ഗുഡ് പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു കഥാപാത്രം കൂടെ വന്നു, ഓൾഡ് ഗുഡ് പ്രീസ്റ്റ്. അപ്പം ഒരു വൃദ്ധനായിട്ടുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൻ്റെ പാരൻസ് എന്ത് പറഞ്ഞു? ഈ പുരോഹിതനോട് ചോദിച്ചു, തൻ്റെ ഈ മകനെ അവിടുത്തെ അക്വലൈറ്റ്. എന്താ ഈ അക്വലൈറ്റ് എന്ന് പറഞ്ഞാൽ? അക്വലൈറ്റ് എന്ന് പറഞ്ഞാൽ സഹായി, ശിഷ്യൻ എന്നൊക്കെ പറയാം നമുക്ക്. അപ്പം അദ്ദേഹത്തിന് അക്വലൈറ്റായിട്ട് അദ്ദേഹത്തിന് കൂടെ നിർത്താൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ഓൾഡ് പ്രീസ്റ്റ് എന്താ പറഞ്ഞത്? The old man spoke kindly to the lad and asked him some hard questions. Slow, clever were the answer that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood.
അങ്ങനെ നമ്മൾ ഓൾഡ് മാൻ എന്താ പറഞ്ഞത്? ഓൾഡ് മാന് ഈ കുട്ടിയോട് എന്താ ഈ ലാഡ് എന്ന് പറഞ്ഞാൽ കുട്ടി ഈ ഒരു ബോയിനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ആൺകുട്ടി. അപ്പോൾ ഈ ആൺകുട്ടിയെ കുറച്ച് ഹാർഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, കുറച്ച് കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പക്ഷേ നമ്മളെ ഈ ആൺകുട്ടി എന്ത് ചെയ്തു? വളരെ ക്ലവറായിട്ട്, വളരെ ബുദ്ധിപൂർവ്വമായിട്ട് എന്തായത് എല്ലാത്തിനും വളരെ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾഡ് പ്രീസ്റ്റ് എന്ത് തീരുമാനിച്ചു? ഇവനെ തൻ്റെ അക്വലൈറ്റായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പിന്നെയോ, the boy learned quickly what the old priest taught him and was very obedient in most things. But he had one fault. He liked to draw cats during the study hours and to draw cats even where cats ought not to have been drawn at all. അപ്പം നമ്മളെ ഈ ബോയ് എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു. ഈ ഓൾഡ് പ്രീസ്റ്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ വളരെ പെട്ടെന്ന് തന്നെ ഇവൻ പഠിച്ചു. പക്ഷേ ഇവൻ ഒറ്റൊരു ഫോൾട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവന് ഒറ്റൊരു ഫോൾട്ട്, അതായത് ഒറ്റ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു അത്? അതായത് അവൻ എപ്പോഴും എല്ലാ സമയവും എന്തിനെ വരയ്ക്കാൻ? പൂച്ചേനെ വരയ്ക്കും. അതായത് താൻ പഠിക്കുന്ന സമയത്തൊക്കെ തൻ്റെ സ്റ്റഡി ഹവേഴ്സിലൊക്കെ ക്യാറ്റ്സിനെ വരയ്ക്കുക എന്നുള്ളത് ഇവനൊരു മെയിൻ ജോബാണ്. ഇത് മാത്രമായിരുന്നു അവനിലുണ്ടായിരുന്ന ഒരു കുറവ്. Whenever he found himself alone, he drew cats. He drew them on the margins of the priest's books and on all the screens of the temple and on the walls and on the pillars. Several times the priest told him this was not right, but he did not stop drawing cats. അങ്ങനെ എപ്പം ഇവന് ഒറ്റയ്ക്കായിരുന്നു തോന്നിയാലൊക്കെ ഇവൻ എന്താ ചെയ്യുക? ആദ്യം പോയി പൂച്ചേനെ വരയ്ക്കുക. അങ്ങനെ ഇവൻ എവിടെയാണെങ്കിലും, അതായത് ഇപ്പം ഈ ഒരു ടെമ്പിളിൻ്റെ വാൾസിലും, അതായത് ഭിത്തികളിലും, അതേപോലെ തന്നെ എല്ലായിടത്തും പ്രീസ്റ്റിൻ്റെ ബുക്കുകളിലും ഒക്കെ ഇവൻ എന്ത് വരച്ച് വെക്കാൻ തുടങ്ങി? ഈ ക്യാറ്റ്സിനെ വരച്ച് വെക്കാൻ തുടങ്ങി. He drew them because he could not really help it. He had what is called the genius of an art, and just for the reason he was not called to be an acolyte. A good acolyte should study books. അപ്പം നമ്മളെ ഈ ഓൾഡ് പ്രീസ്റ്റ് എന്തായിരുന്നു? ഒരുപാട് പ്രാവശ്യം ഇവനോട് പറഞ്ഞു ഇത് ശരിയല്ലാതെ. കാരണം ഒരു ഗുഡ് അക്വലൈറ്റ് ആവണമെങ്കിൽ, അതായത് ഒരു നല്ലൊരു സഹായി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും വായിക്കണം. അതായത് ഷുഡ് സ്റ്റഡി ബുക്സുകളൊക്കെ എന്തായാലും പഠിക്കണം. പക്ഷേ നമ്മൾ ഈ ഒരു കുട്ടി എന്താ ചെയ്യുന്നത്? എപ്പം നോക്കിയാലും ഇവന് പൂച്ചകളെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കിക്കോളൂ. One day after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely, "My boy, you must go away from the temple at once. You will never make a good priest, but perhaps you will become a great artist. Now let me give you a last piece of advice, and be sure you never forget it. Avoid large places at night, keep to small." അങ്ങനെ നമ്മളെ ഈ ഒരു ആൺകുട്ടി എന്ത് ചെയ്തു? പിന്നെയും ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങി. ക്യാറ്റ്സിനെ മാത്രമാണ് ഇവൻ വരയ്ക്കുന്നത്. അപ്പം പിന്നെ ഒരു ദിവസം വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഗുഡ് ഓൾഡ് പ്രീസ്റ്റ് വന്നിട്ട് എന്താ പറഞ്ഞത്? പറഞ്ഞു, നിനക്ക് ഈ ഒരു ജോലി, അതായത് ഒരു അക്വലൈറ്റായി തുടരാനുള്ള യോഗ്യതയില്ല. കാരണം നീ എന്താണ്, അത്തരത്തിൽ നിനക്ക് അങ്ങനെ ആവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ നിനക്ക് എന്തായി തീരാൻ പറഞ്ഞു? യു വിൽ ബിക്കം ആൻ ആർട്ടിസ്റ്റ് എന്നാണ് പറഞ്ഞത്. നിനക്കൊരു നല്ല ഒരു ചിത്രകാരനാവാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവനോട് ഇവിടുന്ന് പോയിക്കോളാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾഡ് പ്രീസ്റ്റ് പറഞ്ഞു. അങ്ങനെ അവൻ അവസാനം പോകുന്ന നിമിഷം ഈ ഓൾഡ് പ്രീസ്റ്റ് ഈ ഒരു നമ്മുടെ ബോയ്ക്ക് എന്ത് കൊടുത്തു? ഒരു ലാസ്റ്റ് അഡ്വൈസ്, ഒരു ഉപദേശം കൊടുത്തു. എന്താണ് ആ ഉപദേശം? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അതായത് രാത്രി സമയങ്ങളിൽ വലിയ പ്ലേസുകളൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ സ്ഥലത്തേക്ക് നമ്മൾ ഒതുങ്ങിക്കൂടണം എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? നമുക്ക് പാഠഭാഗത്തേക്ക് നോക്കാം എന്താ വരുന്നത് എന്ന്. The boy did not know what the priest meant by saying. നമ്മളെ പോലെ തന്നെ ആ ബോയ്ക്ക് എന്ത് മനസ്സിലായിട്ടില്ല? എന്താണ് ഈ പ്രീസ്റ്റ് പറഞ്ഞത്, എന്താ ഈ പുരോഹിതൻ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല. Avoid large places at night and keep to small. എന്താ അങ്ങനെ പറഞ്ഞ? നമുക്ക് നോക്കാം. He thought and thought while he was trying his little bundle of clothes to go away, but he could not understand those words, and he was afraid to speak to the priest anymore except to say goodbye. അപ്പം ഇവന് ഒരുപാട് ആലോചിച്ചു. അവൻ അവിടുന്ന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പം തൻ്റെ ഈ വസ്ത്രങ്ങളൊക്കെ ഒരു ബണ്ടിലാക്കി തീർക്കുന്ന സമയത്തൊക്കെ അവൻ ആലോചിച്ചു എന്താ ഈ പ്രീസ്റ്റ് പറഞ്ഞതെന്ന്. പക്ഷെ അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്താ പറഞ്ഞത്, നമുക്ക് മനസ്സിലായില്ലല്ലോ. അപ്പം അവൻ ഒരുപാട് ആലോചിച്ചു. അപ്പം അവന് പ്രീസ്റ്റിനോട് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ അവന് പേടിയായതുകൊണ്ട് അവൻ ചോദിച്ചതുമില്ല. അങ്ങനെ അവൻ അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇറങ്ങി. എന്നിട്ടോ നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കാം.
He left the temple very sorrowfully and began to wonder what he should do. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. So he was afraid to go home. All at once he remembered that at the next village, 12 miles away, there were a big temple. അങ്ങനെ ഇവൻ എന്താ ചെയ്യേണ്ടത്? അവൻ ഈ ഒരു ടെമ്പിൾ വിട്ടത് എന്തായാലും വളരെ സങ്കടപ്പെട്ടായിരുന്നു. സോറഫുള്ളി എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അവൻ എന്ത് ചെയ്യണം എന്ന് അറിയില്ല. കാരണം അവന് പുരോഹിതനാവാൻ വേണ്ടി പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഈ പുരോഹിതനാവാൻ വേണ്ടി പഠിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഫാദർ അവനെ ഇവിടെ കൊണ്ടുവന്നാക്കിയതാണ്, ടെമ്പിളിൽ കൊണ്ടുവന്നാക്കിയതാണ്. പക്ഷേ അവനെന്താണ് അവിടുന്ന് പോരേണ്ടി വന്നു. പ്രീസ്റ്റ് അവനോട് പോയിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വീട്ടിലേക്ക് പോയാൽ അവന് എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് തൻ്റെ ഫാദറിൻ്റെ അടുത്തുനിന്ന് കിട്ടുമെന്ന് അവനറിയാം. അതുകൊണ്ട് വീട്ടിലേക്ക് പോകാനുള്ള ധൈര്യം അവനില്ല. അവൻ ഇനി എന്ത് ചെയ്യണം എന്നറിയാണ്ട് അവൻ നോക്കി നിൽക്കുകയാണ്. At once he remembered that at the next village, 12 miles away, there was a very big temple. He heard there were several priests at the temple, and he made up his mind to go to them and ask them to take for their acolytes. അപ്പോഴാണ് അവന് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നത്. എന്താ അവന് ഓർമ്മ വന്നത്? അതായത് ഈ അടുത്ത വില്ലേജിൽ, അടുത്ത ഗ്രാമത്തിൽ ഒരു 12 മൈൽസ് എവേ, ഒരു 12 മൈൽസ് എവേ ഉള്ള അടുത്ത ഗ്രാമത്തിൽ ഒരു ടെമ്പിൾ ഉണ്ട് എന്ന് അവൻ കേട്ടിട്ടുണ്ട്. അപ്പം അവിടെ ഒരുപാട് പ്രീസ്റ്റുകളുണ്ട്, ഒരുപാട് പുരോഹിതന്മാരുണ്ടെന്നും അവൻ കേട്ടിട്ടുണ്ട്. അപ്പം അവൻ എന്ത് ചെയ്തു? അപ്പം അവിടെ ചെന്നിട്ട് അവരോട് തൻ്റെ അക്വലൈറ്റ് ആയിട്ട്, സഹായിയായിട്ട് നിയമിക്കാൻ പറ്റുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാമെന്ന് അവൻ വിചാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? Now that big temple was closed up, but the boy did not know this fact. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ ടെമ്പിൾ ഒരുപാട് മുമ്പേ ഇപ്പം അത് പൂട്ടിക്കിടക്കുകയാണ്. പക്ഷെ ഇക്കാര്യം ആർക്കറിയില്ല? നമ്മളെ ഈ ഒരു ബോയ്ക്ക് അറിയില്ല. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. Nobody had ever told these things to the boy, so he walked all the way to the villages, hoped to be kindly treated by the priest. അങ്ങനെ നമ്മളെ ബോയ്ക്ക് അറിയില്ല എന്താണ് ആ ഒരു അമ്പലം, ആ ഒരു ടെമ്പിൾ പൂട്ടി കിടക്കുക എന്നുള്ള കാര്യം ആർക്കറിയില്ല. നമ്മുടെ ഈ ഒരു ആൺകുട്ടിക്ക് അറിയില്ല. അപ്പം അവൻ എന്ത് ചെയ്തു? എന്തുകൊണ്ടാണ് പൂട്ടിയെന്നറിയോ? ആ ടെമ്പിൾ എന്തുകൊണ്ടെന്താണെന്ന് വെച്ചാൽ ഒരുപാട് വർഷം മുമ്പ് there was a goblin. എന്താ ഈ ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ? ഗോബ്ലിൻ എന്ന് പറയാൻ നല്ല രസമുണ്ടല്ലേ, ഗോബ്ലിൻ. അപ്പോൾ ഗോബ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈ ഭൂതം, കുട്ടിച്ചാത്തൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്രിയേച്ചർ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗോബ്ലിൻ അവിടെ എല്ലാവരെയും പേടിപ്പിച്ച്, അതായത് അവിടെ ഉണ്ടായിരുന്ന പ്രീസ്റ്റുകളെയൊക്കെ, പുരോഹിതന്മാരെയൊക്കെ പേടിപ്പിച്ച് ഓടിച്ചതാണ്. അപ്പോൾ some brave warriors had afterward gone to the temple at night to kill the goblin, but they had never seen alive again. അപ്പോൾ ഒരുപാട് ധൈര്യശാലികളൊക്കെ ഈ ഒരു ഗോബ്ലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു 2-3 പ്രാവശ്യമൊക്കെ ആ ടെമ്പിളിൽ പോയിട്ടുണ്ട്. പക്ഷേ പിന്നെ അവർ എങ്ങോട്ട് വന്നിട്ടില്ല, പിന്നെ അവരെ തിരിച്ചു വന്നതായിട്ട് കണ്ടിട്ടില്ല. Nobody had ever told these things to the boy. So he walked all the way to the village, hoping to be kindly treated by the priest. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും ആർക്കറിയില്ല, നമ്മളെ ഈ ബോയ്ക്ക് അറിയില്ല. അപ്പോൾ അവൻ ഇതൊന്നും അറിയാണ്ട് അവിടെ പോയാൽ തന്നെ അക്വലൈറ്റായിട്ട് നിയമിക്കുമെന്ന് വിചാരിച്ചിട്ട് അവൻ അങ്ങോട്ട് പോവുകയാണ്. ഇനി എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. When he got to the village, it was already dark and all the people were in bed, but he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. അങ്ങനെ അവൻ അവിടെ എത്തി, ആ വില്ലേജിൽ, ആ ഗ്രാമത്തിൽ എത്തിയ സമയത്ത് അവിടെ എല്ലാവരും ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. അപ്പം എല്ലാവരും കിടന്നിട്ടുണ്ട്, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവൻ അവിടെ ഒരു ഹില്ലിൻ്റെ മുകളിൽ, ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ടെമ്പിൾ ഉള്ളത്. അപ്പം അവൻ ഇവിടെ നിന്ന് നോക്കിയ സമയത്ത് ആ ടെമ്പിളിൽ ഒരു ലൈറ്റ്, ഒരു ചെറിയ ലൈറ്റ് കാണുന്നതായിട്ട് അവന് കാണാൻ സാധിച്ചു. അപ്പം people who tell the story say the goblin used to make the light in order to tempt lonely travelers to ask for shelter. ഈ ആളുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ലൈറ്റ് കാണാൻ കാരണം ഈ ഗോബ്ലിൻ ഈ വഴിയെ പോകുന്ന, അതായത് ലോൺലി ട്രാവലേഴ്സ്, അതായത് ഒറ്റപ്പെട്ടു പോകുന്ന ട്രാവലേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, രാത്രിയൊക്കെ പോകുന്ന യാത്രക്കാരൊക്കെ ഒരു അഭയ സ്ഥലം വേണ്ടിയിട്ട്, ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അവർക്കൊന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഗോബ്ലിൻ ആ ലൈറ്റ് ഇട്ട് വെച്ചതെന്നാണ് എല്ലാവരും പറയുന്നത്. The boy went at once to the temple and knocked. There was no sound is heard. അങ്ങനെ ഈ ബോയ് എന്ത് ചെയ്തു? അവിടെ ചെന്നിട്ട് ആ വാതിലിന് മുട്ടി. നോക്കി എന്ന് പറഞ്ഞാൽ കതകിന് മുട്ടി. എന്നാലോ പക്ഷേ അവിടെ ഒരു സൗണ്ടും ഇല്ലായിരുന്നു. There was no sound inside. ഒരു സൗണ്ടും അവിടെ കാണുന്നില്ലായിരുന്നു. He knocked and knocked again, but still nobody came. അങ്ങനെ അവൻ എന്ത് ചെയ്തു? 1-2-3 പ്രാവശ്യമൊക്കെ മുട്ടി നോക്കി, പക്ഷെ ആരും വന്നില്ല.
At last, he pushed gently at the door and was quite glad to find that it had not been fastened. And അവൻ മെല്ലെ ആ ഡോർ ഒന്ന് ഉന്തി നോക്കി. അപ്പോൾ സമയത്ത് എന്താണ്, അത് തുറന്നു കിടക്കുകയാണ്. അവന് സന്തോഷമായി. So he went in and saw a lamp burning, but no priest. അങ്ങനെ അവൻ അകത്ത് ചെന്നിട്ട് ആ ഒരു ലാമ്പ് ഒരു ഇത് അവിടെ കത്തി കിടക്കുന്നതായിട്ട് കണ്ടു. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു, പ്രീസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. He thought some priest would be sure to come very soon, and he sat down and waited. Then he noticed that everything in the temple was grey with dust and thickly spun over with cobwebs. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. He wondered why they had allowed everything to get so dusty. What most pleased them, however, was some big white screen good to paint cats upon. Though he was tired, he looked at once for a writing box and found one and ground some ink and began to paint cats. അപ്പോൾ ഇതാണല്ലേ ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് അവൻ എന്ത് ചെയ്തു, അവന് അവിടെ ക്യാറ്റ്, അതായത് അവിടെ പ്രീസ്റ്റ് വരുമെന്ന് വിചാരിച്ച് കാത്തു നിന്നു. പക്ഷെ അവൻ ആരെയും കാണാൻ സാധിച്ചില്ല. അങ്ങനെ അവൻ ഈ ടെമ്പിളിനെ മൊത്തത്തിലൊന്ന് നിരീക്ഷിക്കുകയാണ്. അപ്പോൾ അവൻ ആദ്യമായിട്ട് വന്നതല്ലേ, അപ്പോൾ അവന് ചുറ്റും നോക്കിയ സമയത്ത് അവൻ എന്ത് കണ്ടു, കോബ്വെബ്സ് കണ്ടു. കോബ്വെബ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ചിലന്തി വല എന്ന് പറയും. അപ്പം ആ ചിലന്തി വലയെ കണ്ടു. അപ്പോൾ അവനെല്ലാം നോക്കി, അങ്ങനെ ചുറ്റും നോക്കി നിൽക്കുന്ന സമയത്ത് അവൻ ആലോചിച്ചു, ഇതെന്താ ഇവർ ഇതൊന്നും നന്നാക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് ആലോചിച്ചു. അതോടൊപ്പം തന്നെ അവന് വേറൊരു കാര്യം കൂടെ ആലോചിച്ചു. അവൻ എന്താ പറഞ്ഞത്, ഈ ഒരു ക്ഷേത്രത്തിൽ എന്തായാലും ഒരു എക്കോലൈറ്റ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എക്കോലൈറ്റ് എന്ന് പറഞ്ഞാൽ സഹായി അല്ലെങ്കിൽ ശിഷ്യൻ. അപ്പം ഇവർക്ക് എന്തായാലും ഒരു എക്കോലൈറ്റ് അല്ലെങ്കിൽ ഒരു ശിഷ്യനെ ഇവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ അപ്പോൾ അവൻ വളരെ സന്തോഷത്തോടു കൂടി ഇരുന്നു. ഒരു പക്ഷേ എന്നെ എന്താക്കുമായിരിക്കും, എന്നെ ഇവിടുത്തെ ഈ പ്രീസ്റ്റിൻ്റെ അക്കോലൈറ്റ് ആക്കുമെന്ന് കരുതി എന്ത് ചെയ്തു, അവൻ വളരെ സന്തോഷത്തോട് കൂടിയിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്, പെയിൻറ്റഡ്. അങ്ങനെ അവൻ അതേപോലെ തന്നെ എന്ത് കണ്ടു, അവൻ അവിടെ അടുത്ത് കുറച്ച് അവൻ എന്ത് വിചാരിച്ചു, ഒരു വൈറ്റ് സ്ക്രീൻ കണ്ടു. അപ്പോൾ അവൻ വിചാരിച്ചു എന്താണ്, അവന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അല്ലേ ക്യാറ്റിനെ വരയ്ക്കാൻ, അതായത് പൂച്ചേനെ വരയ്ക്കാൻ ഇഷ്ടമുള്ള. അപ്പോൾ അവൻ എന്ത് വിചാരിച്ചു, അവിടുത്തെ വൈറ്റ് ബോക്സും അതേപോലത്തെ എല്ലാം ഇങ്ക് ബോക്സും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു, അവൻ വരയ്ക്കാൻ തീരുമാനിച്ചു. He painted a great many cats upon the screens, and then he began to feel very, very sleepy. He was just on the point of laying down to sleep beside one of the screen when he suddenly remembered the words, "Avoid large places, keep too small." അങ്ങനെ അവൻ എന്ത് ചെയ്തു, ഒരുപാട് ക്യാറ്റ് വരച്ചു അല്ലേ, ഒരുപാട് ക്യാറ്റുകൾ ആ സ്ക്രീനിൽ വരച്ചു. അങ്ങനെ അവൻ എന്ത് വന്നു, അവന് ഉറക്കം വന്നു. അങ്ങനെ ഉറക്കം വന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു, അവിടെ കിടക്കാൻ വേണ്ടി നിന്നു. അപ്പോഴാണ് അവന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ, അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. അവോയ്ഡ് ലാർജ് പ്ലേസസ്, വലിയ സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് ചെറിയതിലേക്ക് ഒതുങ്ങിക്കൂടാൻ വേണ്ടി പറഞ്ഞു അല്ലേ. അപ്പം ഇപ്പോഴും നമുക്ക് അതിൻ്റെ മീനിങ് കറക്റ്റ് മനസ്സിലായിട്ടില്ല. അവന് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നതാണ്. അങ്ങനെ അവൻ എന്താ ചെയ്തത്, the temple was very large. He was all alone. And as he thought of these words, though he could not quite understand them, he began to feel for the first time a little afraid, and he resolved to look for a small place in which to sleep. അപ്പം ഈ ഒരു ടെമ്പിൾ എന്തായിരുന്നു, വളരെ വലിയ വിശാലമായിട്ടുള്ള ഒരു ടെമ്പിളായിരുന്നു, ഒരു ക്ഷേത്രമായിരുന്നു. അപ്പം അവൻ എന്താണ്, അവിടെ കിടക്കാൻ ഒരു പേടി തോന്നി. എന്താണെന്നറിയാത്തവന് ഒരു പേടി തോന്നി. അങ്ങനെ അവൻ എന്ത് ചെയ്ത്, അവന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേടി തോന്നുന്നത്. അവൻ ഈ വേർഡ്സും എല്ലാം കേട്ട് അവൻ എന്താ വേർഡ്സ് എന്ന് ഇപ്പോഴും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും അവൻ അവിടെ അങ്ങനെ ആ ഒരു വിശാലമായ സ്ഥലത്ത് കിടക്കാൻ എന്ത് തോന്നി, പേടി തോന്നി. അങ്ങനെ അവൻ എന്ത് ചെയ്തു, ഒരു ചെറിയ സ്ഥലത്ത് ഒരു സ്മോൾ പ്ലേസ്, അവന് കിടക്കാൻ വേണ്ടി ഒരു സ്മോൾ പ്ലേസ് സെർച്ച് ചെയ്തു പോയി. അങ്ങനെയോ he found a little cabinet with a sliding door and went into and shut himself up. Then he lay down and fell fast asleep. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ അടുത്തൊരു ചെറിയ ഒരു ക്യാബിനറ്റ് കണ്ടു, ഒരു കിടക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ക്യാബിനറ്റ്. പിന്നെ അതിലെന്താ ഒരു സ്ലൈഡിങ് ഡോർ, നീക്കാൻ പറ്റിയ ഒരു ഡോറും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവൻ എന്ത് ചെയ്തു, ഫാസ്റ്റ് അസ്ലീപ്പ്, അവൻ വേഗം ഉറങ്ങി. Very late in the night, he was awakened by a most terrible noise, a noise of fighting and screaming. അങ്ങനെ പെട്ടെന്നാണ്, കുറേ രാത്രിയായി, ഇരുട്ടായി കഴിഞ്ഞ സമയത്ത് അവന് പെട്ടെന്നാണ് അവേക്കൻ എന്ന് പറഞ്ഞാൽ അവൻ എണീറ്റു. എങ്ങനെ, വിത്ത് എ മോസ്റ്റ് ടെറിബിൾ നോയ്സ്, അതായത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു നോയ്സ് കേട്ടാണ്, ഒരു ശബ്ദം കേട്ടാണ് അവൻ എണീറ്റത്. അതെന്തായിരുന്നു, ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീം, അതായത് അതേപോലെ ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു സൗണ്ട്, പേടിപ്പെടുത്തുന്ന ഒരു സൗണ്ട് കേട്ട് അവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും എണീറ്റു. It was so dreadful that he was afraid even to look through a chink of the little cabinet. അപ്പോൾ അവന് ആ ഒരു ചെറിയ ഹോളിലൂടെ, ആ ക്യാബിനറ്റിൽ ഒരു ചെറിയ ഹോളിലൂടെ അതിലൂടെ നോക്കാൻ വേണ്ടിയാണ് അവൻ എന്തായിരുന്നു, പേടിയായിരുന്നു. അപ്പോൾ he lay very still, holding his breath for fright. അപ്പോൾ അവന് പേടിച്ച് അവൻ്റെ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് എന്തെന്നു, ആ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ നിന്നു.
The light that had been in the temple went out, but the awful sounds continued and became more awful, and all the temple shook. അങ്ങനെ പെട്ടെന്ന് എന്ത് പോയി, ടെമ്പിളിലെ ലൈറ്റ് പോയി, പക്ഷേ ആ സൗണ്ട് എന്ത് ചെയ്തു, ആ പേടിപ്പെടുത്തുന്ന സൗണ്ട്, ഓഫുൾ സൗണ്ട്സ് എന്ത് ചെയ്തു, പിന്നെയും തുടരാൻ തുടങ്ങി. അത് നിർത്തിയില്ല, പക്ഷേ അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഓഫായി. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം, but the boy was still afraid to move. He did not move until the light of the morning sun shone into the cabinet through the chinks of the little door. അപ്പം സൗണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴെന്ത് ചെയ്തു, സൗണ്ട് പോയി, സൈലൻസ് ആയി. പക്ഷെ അവനെന്ത് പേടിയായി, അവന് പുറത്തേക്ക് ഇറങ്ങാൻ എന്തായി, പേടിയായി. അങ്ങനെ രാവിലെ ആവുന്നത് വരെ അവൻ എവിടെ നിന്നു, ആ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? Then he got out of his hiding place very cautiously and looked about. അങ്ങനെ അവൻ എന്ത് ചെയ്തു? Then he got out of the hiding place. അവൻ ഒളിച്ചിരിക്കുന്ന ആ പ്ലേസിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്ത് വന്നു. അങ്ങനെ വളരെ കോഷ്യസ്ലി എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടെ അവൻ പുറത്ത് വന്നു. and looked about. അങ്ങനെ അവൻ ചുറ്റും നോക്കി. The first thing he saw was that all the floor of the temple was covered with blood. അങ്ങനെ അവൻ ആദ്യം നോക്കിയപ്പം കണ്ടത് എന്താ? അവിടെ ആ ബ്ലഡ്, അതായത് ഈ ഫ്ലോറിൽ ഫുൾ എന്തായിരുന്നു? ബ്ലഡ്, രക്തം കണ്ട് അവൻ. And then he saw laying dead in the middle of it an enormous monstrous rat, a goblin rat bigger than a cow. അങ്ങനെ അവൻ എന്താ കണ്ടത്? അങ്ങനെ അവൻ നിലത്ത് നോക്കിയ സമയത്ത് കണ്ടു, എന്താ കണ്ടത്? ഒരു ഇനോറമസ്, ഒരു വലിയ മോൺസ്ട്രസ് ആയിട്ടുള്ള ഒരു റാറ്റ്, ഗോബ്ലിൻ റാറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ഗോബ്ലിൻ ഉണ്ടെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് അവൻ അറിയില്ലായിരുന്നു. പക്ഷെ അവൻ അവിടെ എന്തോ ഒരു സാധനം ചത്ത് കിടക്കുന്നത് കണ്ടു. അതെന്തായിരുന്നു? ഗോബ്ലിൻ റാറ്റ് ആയിരുന്നു. ബട്ട് who or what could have killed it? There was no man or other creature to be. Mouths of all cats he had drawn the right before were red and wet with blood. Then he knew that the goblin had been killed by the cats which he had drawn. അങ്ങനെ അവൻ നോക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല, ആ ഗോബ്ലിനെ കൊല്ലാൻ അവിടെ ചുറ്റും ആരുമില്ല. പക്ഷെ അവൻ നോക്കുന്ന സമയത്തുണ്ട്, അവൻ വരച്ച് വെച്ച ആ ചിത്രത്തിൽ, അതായത് ആ പൂച്ചയുടെ മൗത്തിൽ, വായിലൊക്കെ എന്തുണ്ട്? ബ്ലഡ് കാണുന്നുണ്ട്. അങ്ങനെ അവൻ നോക്കി. ആൻഡ് ദെൻ ഓൾസോ ഫോർ ദ ഫസ്റ്റ് ടൈം ഹി അണ്ടർസ്റ്റുഡ് വൈ ദ വൈസ് ഓൾഡ് പ്രീസ്റ്റ് ഹാഡ് സെഡ് ടു ഹിം അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അപ്പോഴാണ് അവന് എന്ത് കാര്യം മനസ്സിലായത്? അവൻ അവോയ്ഡ് ലാർജ് പ്ലേസസ്, നമ്മളെ പ്രീസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അല്ലേ, അതായത് വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് ചെറിയ സ്ഥലങ്ങളിൽ ഒതുങ്ങിക്കൂടണം എന്ന് പ്രീസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിവിടെ അവൻ ചെയ്തതുകൊണ്ടാണ് അവൻ ഈ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പം ആഫ്റ്റർവേർഡ് ദാറ്റ് ബോയ് ബിക്കെയിം എ വെരി ഫേമസ് ആർട്ടിസ്റ്റ്. സം ഓഫ് ദ ക്യാറ്റ്സ് വിച്ച് ഹി ഡ്രൂ ആർ സ്റ്റിൽ ഷോൺ ടു ട്രാവലേഴ്സ് ഇൻ ജപ്പാൻ. അങ്ങനെ അതിനുശേഷം ഈ ബോയ് എന്തായി? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായി മാറി. അങ്ങനെ ഇവൻ്റെ ഈ ഒരുപാട് വർക്കുകൾ ജപ്പാനിൽ മുഴുവനും ഇപ്പോഴും കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മളെ ഈ കഥ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ഈ കഥ എല്ലാവരും ഒരു തവണയെങ്കിലും വായിച്ചു നോക്കണം, എന്നാൽ മാത്രമേ മനസ്സിലാവൂ. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിൽ താങ്ക് യു.